നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഫോട്ടോഷൂട്ടുകളിൽ ഈ ജെല്ലുകൾ വളരെ എഫക്റ്റീവായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന 3 മെത്തേഡുകളാണ്. ഹലോ നമസ്കാരം, എൻ്റെ പേര് അരുൺ ജോസഫ്. ഞാനൊരു ഫാഷൻ ആൻഡ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി രംഗത്ത് വർക്ക് ചെയ്യുന്നു. ഇത്തരം ജെല്ലുകൾ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ ഒരു സാധാരണ ഫോട്ടോയെ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ഫോട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും എങ്ങനെയാണ് ഒരു ജെല്ലിനെ മെയിൻ ലൈറ്റ് ആയിട്ടും ഫിൽ ലൈറ്റ് ആയിട്ടും കിക്കർ ലൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ടും എഫക്റ്റീവായി എങ്ങനെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത്തരം പ്രൊഫഷണൽ ജെല്ലുകൾ ഉണ്ടെങ്കിലും ജെല്ല് ഉപയോഗിക്കുന്ന ഫ്ലാഷുകളുടെ പൊസിഷനിങ്ങും അതുപോലെ ഫ്ലാഷിന്റെ ആംഗിളും ഫ്ലാഷിന്റെ പവറും വളരെ ഇമ്പോർട്ടന്റ് ആണ് ജെൽ ഫോട്ടോഗ്രാഫി. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ നിങ്ങൾ ജെൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ തുനിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഉദ്ദേശിക്കുന്ന കളറുകളോ ഉദ്ദേശിക്കുന്ന ഡെപ്തോ റിസൾട്ടോ കിട്ടില്ല. ഈ വീഡിയോയിൽ നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിച്ച് നമ്മുടെ ജെൽ ഫോട്ടോഗ്രാഫിയെ എങ്ങനെ എഫക്റ്റീവ് ആക്കാമെന്നാണ്. ഇന്നത്തെ ഫോട്ടോഷൂട്ടിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറയാണ്. ഇത് കാനന്റെ പഴയ ഫ്ലാഗ്ഷിപ്പ് മോഡലായ 1DX Mark II എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇന്ന് വളരെ ചീപ്പായി നമ്മൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു മോഡൽ കൂടിയാണ്. ലെൻസ് ഉപയോഗിക്കുന്ന കാനന്റെ നിഫ്റ്റി 50 ലെൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ മിറർലെസ്സുകളുടെ കാലത്ത് എങ്ങനെയാണ് ഈ ഒരു പഴയ പുലി പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റത്തെ മെത്തേഡായിട്ട് നമ്മളെ ജെല്ലിന് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ടാണ്. അതിനുവേണ്ടി നമ്മൾ AD200 നമ്മളെ മാക് മോഡിന്റെ മാക് ജെല്ലിനെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ AD200 ഒരു S2 ബ്രാക്കറ്റിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ S2 ബ്രാക്കറ്റിനെ അടക്കം ഒരു ലൈറ്റ് സ്റ്റാൻഡിൽ നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മളെ ജെൽഡ് ആയിട്ടുള്ള ഫ്ലാഷിന്റെ പ്ലേസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പൊസിഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ആംഗിൾ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിട്ട് ഇതിന് ഉപയോഗിക്കാനായിട്ട് ഞാൻ നമ്മളെ സബ്ജക്റ്റ് ആകുന്ന ഏഞ്ചലിന്റെ ബാക്കിൽ ഈ ലൈറ്റിനെ ഒന്ന് പ്ലേസ് ചെയ്യാൻ പോകുക. നമ്മളെ ഫ്ലാഷിനെ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലോട്ടാണ് ആംഗിൾ ചെയ്തിരിക്കുന്നത്. ഏഞ്ചലിന്റെ നേരെ ബാക്കിൽ ഏകദേശം ഒരു ഷോൾഡർ ഹൈറ്റിലായിട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്യുകയാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരു ഇൻഡോർ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് ഫോട്ടോ നോ ഫ്ലാഷ് നോ പിക്ചർ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോയാണ്. അതായത് നമ്മൾ ഫ്ലാഷ് ഫയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഞാനിവിടെ ഫ്ലാഷ് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ ക്യാമറയുടെ സെറ്റിംഗ്സ് ഷട്ടർ സ്പീഡ് 125 ആണ്. അതുപോലെ അപ്പേർച്ചർ 6.3 ആണ്. 100 ISO ആണ്. നമ്മൾ പറഞ്ഞ പോലെ നോ ഫ്ലാഷ് നോ പിക്ചർ ഒന്ന് ട്രൈ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പിക്ചറാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളെ ട്രിഗർ നമ്മളെ ക്യാമറയിലോട്ട് അറ്റാച്ച് ചെയ്യുവാണ്. ഇവിടെ നമ്മുടെ ഫ്ലാഷ് നമ്മൾ B ഗ്രൂപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പവർ 1/128, അതായത് മിനിമൽ പവറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഫോട്ടോ എടുത്ത് പരീക്ഷ നോക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ മോഡലിന്റെ ഒരു സില്ലുവേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്, അതായത് ഒരു നിഴലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഫോട്ടോ കുറച്ചുകൂടി മനോഹരമാവണമെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഫ്ലാഷിന്റെ പവർ ഒരു സ്റ്റോപ്പ് കൂടെ കൂട്ടണം. നമ്മൾ ഫ്ലാഷ് പവർ 1/128 നിന്ന് 1/64 കൂട്ടുകയാണ്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സില്ലുവേറ്റ് പിക്ചറാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളൊരു മെയിൻ ലൈറ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഗോഡോക്സിന്റെ AD200 ഫ്ലാഷ് തന്നെയാണ് നമ്മളിവിടെ മെയിൻ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. 1/64 ആണ് നമ്മുടെ ഫ്ലാഷിന്റെ പവർ. ഇവിടെ മെയിൻ ലൈറ്റ് നമ്മൾ ഒരു 8 o'clock പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു 45 ഡിഗ്രി ആംഗിൾ ചരിവിലാണ് ഈ സോഫ്റ്റ് ബോക്സിനെ നമ്മൾ ആംഗിൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം നമ്മളെ ഫോട്ടോയിൽ ഈ മെയിൻ ലൈറ്റ് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന്. ഈ ഫോട്ടോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ മെയിൻ ലൈറ്റിന്റെ പവറിന് കുറച്ച് പോരായ്മ ഉണ്ടെന്നാണ്. നമ്മളിവിടെ മെയിൻ ലൈറ്റ് 1/64 നിന്നും 1/32 ഒന്ന് കൂട്ടി നോക്കുകയാണ്. ഈ ഒരു ഫോട്ടോ ഡെഫിനറ്റ് ആയിട്ട് ഐ ക്യാച്ചിങ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് എടുത്ത് നോക്കിയാലോ. രണ്ടാമത്തെ സെറ്റപ്പിൽ നമ്മൾ ഈ ഫ്ലാഷിനെ നമ്മളൊരു കിക്കർ / റിം ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ സെറ്റപ്പിൽ നമ്മൾ ഫ്ലാഷിന്റെ പ്ലേസ്മെന്റ് ഇങ്ങനെയാണ്. സബ്ജക്റ്റിന്റെ ഒരു 2 o'clock പൊസിഷനിലാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഫ്ലാഷിന്റെ ഹൈറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫ്ലാഷ് പവറിലൊന്നും യാതൊരു വ്യത്യാസമില്ല. നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. നിങ്ങൾ നോക്കൂ എത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഇമേജ് എന്ന്. കിക്കർ ലൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലാഷിന്റെ പവറും അതുപോലെ അതിന്റെ പൊസിഷനും ആംഗിളും എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ റിസൾട്ടുകൾ ഈ ഒരു സെറ്റപ്പിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. സമയം കളയാതെ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കാം. ഞാനിവിടെ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗിയർ തന്നെ നമ്മളെ കയ്യിൽ വേണം എന്ന് പറയുന്നത് ഒരു പിടിവാശി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയാണ്. ട്രെൻഡ് എന്നോ അല്ലെങ്കിൽ ഔട്ടായി പോയെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന പല ക്യാമറകളും ആക്ച്വലി വളരെ കേപ്പബിൾ ആണ്. ഇവിടെ നമ്മളുടെ വീഡിയോയുടെ സ്പോൺസറിനെ കുറിച്ച് 2 വാക്ക്. ക്യാമാർട്ട് ഡിജിറ്റൽ. തൃശ്ശൂരത്തെ ഏറ്റവും വലിയ ക്യാമറ സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകൾ ഒന്നാണ് ക്യാമാർട്ട് ഡിജിറ്റൽ. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഗിയർ അഫോർഡബിൾ ആയ പ്രൈസിൽ റിലയബിൾ ആയിട്ട് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അവരെ സമീപിക്കുക. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ബാക്ക് ടു ദ വീഡിയോ.
നമ്മൾ ഈ വീഡിയോയിലെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഈ ജെൽ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലാഷിനെ ഒരു ഫിൽ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോവുക. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു ജെല്ലിനെ ഒരു ഫിൽ ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോയിലെ ഷാഡോ ഏരിയയിൽ മാത്രമേ നമുക്ക് ആ ഒരു ജെല്ലിന്റെ കളർ പ്രിസൈസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ വളരെ ഷാഡോ തരുന്ന ഒരു ഫോട്ടോഗ്രാഫ് നമ്മളെ മെയിൻ ലൈറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി നമ്മൾ മെയിൻ ലൈറ്റിന് നമ്മൾ ഒരു 9 o'clock പൊസിഷനിൽ പ്ലേസ് ചെയ്യുവാണ്. നമ്മൾക്ക് ഇവിടെ കൂടുതൽ ഷാഡോസ് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു ഫിൽ ദ ഷാഡോസ് യൂസിങ് ദിസ് ജെൽ. നമ്മൾ ഈ ജെല്ല് കൊണ്ട് നമ്മൾ ആ ഒരു ഷാഡോസിനെ ഫിൽ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ജെല്ലിൽ നിന്ന് വരുന്ന ലൈറ്റ് ഹാർഷായി പോവാതിരിക്കാൻ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വൈഡായ ബ്രോഡായ ഒരു സോഫ്റ്റ് ബോക്സ് ഇവിടെ ഫിൽ ലൈറ്റിന് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഈ ഫിൽ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലാഷിന്റെ അതൊരു ടീൽ കളർ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ലൈറ്റ് സ്റ്റാൻഡ് ഹൈറ്റ് ഒന്ന് കുറക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 4 o'clock പൊസിഷനിലോട്ട് പ്ലേസ് ചെയ്യുവാണ്. ഈ സെറ്റപ്പ് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഈ ഒരു ഫോട്ടോഗ്രാഫിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഷാഡോ ഏരിയ എല്ലാം ടീൽ കളർ കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഫിൽ ആയിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റോപ്പ് കൂടെ ലൈറ്റ് നമ്മൾ ഈ ഒരു ഫിൽ ലൈറ്റിന് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അക്സെപ്റ്റബിൾ ആയ ക്വാളിറ്റിയുള്ള റിസൾട്ട്സ് കിട്ടും. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഫിൽ ലൈറ്റിന്റെ പവർ 1/16 ആയിരുന്നു. നമ്മളത് 1/8 ഉയർത്തുവാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇൻ ക്യാമറ തന്നെ ഇവിടെ കിട്ടിയതായിട്ട് കാണാം. ഇവിടെ നിങ്ങളുടെ ഒരു അഭിപ്രായം ഞാൻ ചോദിക്കുവാണ്. ഫോട്ടോ നമ്പർ 1 ആണോ അല്ലെങ്കിൽ ഫോട്ടോ നമ്പർ 2 ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് എടുത്ത് നോക്കാം. ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ കേരളത്തിലെ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ മാർക്കറ്റ് ഓവർ സാച്ചുറേറ്റഡ് ആണ്. ഇത്രയധികം ഫോട്ടോഗ്രാഫേഴ്സ് കോമ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഫോട്ടോഗ്രാഫിയിൽ ക്രിയേറ്റിവിറ്റി കൂടിയേ തീരും. കൃത്യമായ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ജെല്ലുകൾ നമ്മളെ ഫോട്ടോഗ്രാഫിയിൽ ആഡ് ചെയ്താൽ അത് വളരെ ഈസി ആയിട്ട് നമ്മളെ ക്രിയേറ്റിവിറ്റിനെ വേറൊരു ലെവലിലോട്ട് എത്തിക്കും. ജെല്ലുകളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് മോഡൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വെള്ളിയാഴ്ച കൃത്യം ഇതേ സമയം വളരെ വ്യത്യസ്തമായ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരെ